ഇതേപോലെ ഒരു ഒത്തൊരുമ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാര്യം 2 ദിവസം മുമ്പ് നമ്മള് ഇഫ്താറിന്റെ പരിപാടി നടത്തി. അതേപോലെയാണ് 2 ദിവസം മുമ്പ് നമ്മളിങ്ങനെ ഫോൺ ചെയ്ത് ഓരോരുത്തരടുത്ത് പറഞ്ഞപ്പോൾ ആരോടും ഒന്നും പറഞ്ഞില്ല. പറയാതെ തന്നെ ഓരോരുത്തരെ ഈ കമ്മിറ്റിക്ക് വരുമ്പോൾ ഓരോ ഐറ്റവും കൊണ്ടാണ് അവർ വരുന്നത്. അത് വനിതാ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഒരു ഐറ്റവും കൊണ്ടാണ് വരുന്നത്. അതേപോലെ ഇന്നിപ്പോ 2 ദിവസത്തിന് മുമ്പ് ഇതേപോലെ നമ്മള് ഈ ഓണാഘോഷം നടത്തണം എന്ന് ഒന്ന് ആലോചിച്ചതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റി കൂടി കൂടാതാണ് ഇത് ആലോചിച്ചത്. വിളിച്ചു പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്നത് കൊണ്ടുവരും. പക്ഷെ അതൊരു വലിയ ഒരു അംഗീകാരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ എല്ലാത്തിനും ഇതേപോലെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് INTBC ഇരേവര റീജിയണൽ കമ്മിറ്റി ഒരു ശക്തിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇതിനകത്തുള്ള നമ്മുടെ കമ്മിറ്റിയിലുള്ള ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിലുള്ള മിക്ക ആളുകൾക്കും ചിലർക്ക് സുഖമില്ലാതായിട്ടുണ്ട്, ചിലർ ആശുപത്രി കിടന്നിട്ടുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് പിരിക്കാൻ പോയിട്ടില്ല. നമ്മൾ തന്നെ ഉടനെ 2 ദിവസം കൊണ്ട് ആ ഫണ്ട് കളക്ട് ചെയ്ത് ഒക്കുന്ന ഒരു എമൗണ്ട് ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണ്. അതിന് ഒന്നാമതായിട്ട് അതിന് നേതൃത്വം തന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റാണ്, പിന്നെ നമ്മുടെ ജില്ലാ ട്രഷറർ. ഇത് 2 പേരാണ് ഇതിന് മുൻകൈ എടുത്തത്. ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ആ പോരാട്ടത്തിൽ പങ്കാളികളാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കണം എന്ന സന്ദേശമാണ് ഇന്ന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. INTBC ഒരു കെട്ടുറപ്പുള്ള സംഘടനയാണ്. ഇവിടെ ഞാൻ കണ്ടു എന്റെ സഹോദരന്മാരും സഹോദരിമാരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഒരു കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ സ്ത്രീകൾ ഓടിക്കുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ടായി. ആശങ്കയൊക്കെ മാറിയിരിക്കുന്നു. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഒരു കാലത്തേക്ക് നമ്മൾ വരിക. ഒരുപക്ഷെ സ്ത്രീകൾ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രാജ്യം വരിക. അവർ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ INTBC ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള എല്ലാ പരിപാടികളിലും ആദ്യാവസാനം പങ്കെടുക്കുകയും പരമാവധി പ്രവർത്തകരെ പങ്കെടുക്കുകയും ജില്ലാ INTBC പറയുന്ന സംസ്ഥാന INTBC കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന പരിപാടികളിലെല്ലാം മത്സര ബുദ്ധിയോടുകൂടി പൂർണ്ണമായും നമ്മുടെ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഓണാഘോഷ പരിപാടി നടക്കുന്നത്.